നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശാഖപട്ടണത്തു നിന്ന് കവർന്ന സ്വർണം ഒറ്റപ്പാലത്ത് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ദേശമംഗലം സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ദേശമംഗലം പള്ളത്തെ 21 വയസ്സുള്ള അജ്മൽ. ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്ര ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിൽ ജാമ്യമെടുത്ത് മുങ്ങിയ അടൂർ സ്വദേശിയായ പ്രതി 20 വർഷത്തിനു ശേഷം പോലീസിന്റെ പിടിയിൽ. വാളയാറിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച 10 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കണ്ണൂർ സ്വദേശി അറസ്റ്റിൽ. ഷൊർണൂരിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സുകൾ ഉയർന്നത് സേവ് NSS എന്ന പേരിൽ. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യം. പുരസ്കാര നിറവിൽ ഷൊർണൂർ നഗരസഭ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഗോൾഡൻ പുരസ്കാരം നഗരസഭാ ചെയർമാൻ ഏറ്റുവാങ്ങി. പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത് എറണാകുളത്ത്. വാർത്തകൾ വിശദമായി. വിശാഖപട്ടണത്തെ മൊബൈൽ ഷോപ്പ് ഉടമയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച 7.25 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഒറ്റപ്പാലം നഗരത്തിൽ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ മലയാളി യുവാവ് അറസ്റ്റിൽ. ദേശമംഗലം പള്ളത്ത് 21 വയസ്സുള്ള അജ്മലിനെയാണ് ഒറ്റപ്പാലം ഇൻസ്പെക്ടർ A. അജീഷ് അറസ്റ്റ് ചെയ്തത്. വിശാഖപട്ടണത്ത് അജ്മൽ ജോലി ചെയ്തിരുന്ന മൊബൈൽ ഷോപ്പ് ഉടമയുടെ വീട്ടിൽ നിന്ന് കവർന്ന സ്വർണ്ണമാണിതെന്ന് പോലീസ് പറഞ്ഞു. ഇയാളിൽ നിന്ന് 5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും 2 പവനിലേറെ തൂക്കം വരുന്ന ഒരു ജോഡി കമ്മലും 1/4 പവനോളം തൂക്കമുള്ള മോതിരവും പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചു. 5 മാസം മുമ്പ് കവർന്ന സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ നാട്ടിലെത്തിയ അജ്മൽ ഒറ്റപ്പാലത്തെ ജ്വല്ലറികളിൽ ആഭരണങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. പല ജ്വല്ലറികളിലും കയറി വിലപേശിയത് സംബന്ധിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു. ആഭരണങ്ങളുമായി ബൈക്കിൽ പോകുന്നതിനിടെയാണ് യുവാവ് പിടിയിലായത്. ചോദ്യം ചെയ്യലിനിടെയായിരുന്നു കുറ്റസമ്മതം. 5 മാസം മുമ്പ് വിശാഖപട്ടണം പോലീസിൽ ഉടമ പരാതി നൽകിയിരുന്നെങ്കിലും തുമ്പ് ലഭിച്ചിരുന്നില്ല. അജ്മലിനെ കോടതി റിമാൻഡ് ചെയ്തു. മോഷണം മുതൽ വിൽക്കാൻ ശ്രമിച്ചതിനാണ് ഇയാൾക്കെതിരെ ഒറ്റപ്പാലത്ത് കേസ്. വിശാഖപട്ടണത്ത് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർ നടപടികൾക്കായി അജ്മലിനെ കൈമാറും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഷൊർണൂരിൽ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. സേവ് NSS എന്ന പേരിലാണ് നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഫ്ലക്സുകൾ കാണാനായത്. സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്നാണ് ആവശ്യം. സ്വാർത്ഥ താൽപര്യങ്ങൾക്കു വേണ്ടി നായർ സമുദായത്തെ പണയപ്പെടുത്തിയ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഫ്ലക്സിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. ഇത്തരത്തിലുള്ള കറുത്ത നിറത്തിലുള്ള ഫ്ലക്സുകൾ ഷൊർണൂർ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സേവ് NSS എന്ന പേരിലാണ് ഇത്തരം ഫ്ലക്സുകൾ കാണാനായത്. ഒരുപക്ഷെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് അനുകൂലിച്ചു നിന്ന NSSന്റെ നിലപാടിൽ പ്രതിഷേധിച്ചായിരിക്കാം ഇത്തരം ഫ്ലക്സുകൾ ഉയരാൻ കാരണമായതെന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും സംഗമം കഴിഞ്ഞ് ഒരാഴ്ചയാകുമ്പോഴേക്കുമാണ് പ്രതിഷേധവുമായി ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടതും ശ്രദ്ധേയമാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാളയാറിൽ വാഹന പരിശോധനയ്ക്കിടെ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 10 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ കണ്ണൂർ സ്വദേശി 45 വയസ്സുള്ള മുഹമ്മദ് അലി ഷിയാബിനെ എക്സൈസ് അധികൃതർ അറസ്റ്റ് ചെയ്തു. വാളയാർ ടോൾ പ്ലാസയിൽ പാലക്കാട് IB പാർട്ടിയും ഹൈവേ പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒറ്റപ്പാലം റേഞ്ച് പാർട്ടിയും പാലക്കാട് റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിലാണ് കോയമ്പത്തൂർ പൊന്നാനി KSRTC ബസ്സിൽ 10 കിലോഗ്രാം കഞ്ചാവ് കടത്തുകയായിരുന്ന കണ്ണൂർ സ്വദേശി പിടിയിലായത്. കണ്ണൂർ ചാവശ്ശേരി കൂരമുക്ക് മുഹമ്മദ് അലി ഷിയാബിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പ്രതി ഒറീസയിൽ നിന്ന് നേരിട്ട് പോയാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് അധികൃതർ പറഞ്ഞു. നാട്ടിൽ കൊണ്ടുപോയി ചില്ലറ വിൽപ്പന നടത്തുന്നതിനാണ് കഞ്ചാവ് എത്തിച്ചത്. എക്സൈസ് സംഘത്തിൽ ഇൻസ്പെക്ടർമാരായ A. വിപിൻ ദാസ്, റിനോഷ് സന്തോഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജിഷു ജോസഫ്, പ്രസാദ് ചെന്താമര, ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ പ്രേംകുമാർ, അനിൽകുമാർ, ഹരിപ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ, KJ ലൂക്കോസ്, വിനീഷ് എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുരസ്കാര നിറവിൽ ഷൊർണൂർ നഗരസഭ. മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സംസ്ഥാന പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിവരുന്ന 2025 ഗോൾഡൻ പുരസ്കാരം നഗരസഭ ഏറ്റുവാങ്ങി. എറണാകുളത്ത് നടന്ന ചടങ്ങിൽ വെച്ച് റോഷി M. ജോൺ MLAയിൽ നിന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പുരസ്കാരം ഏറ്റുവാങ്ങി. അങ്കമാലിയിലെ കറുക്കുറ്റി അഡലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലായിരുന്നു പുരസ്കാര സമർപ്പണം. റോഷി M. ജോൺ MLAയിൽ നിന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പുരസ്കാരം ഏറ്റുവാങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. കൃഷ്ണകുമാർ,
SG മുകുന്ദൻ, P ജിഷ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ ശിവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ എന്നിവരും ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു. മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന വഴിയോരങ്ങളും ഭാരതപ്പുഴയോരങ്ങളും ഉൾപ്പെടെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭ മാലിന്യമുക്തമാക്കിയിരുന്നു. നഗരത്തിലെയും പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെയും മലിനജല പ്രശ്നത്തിന് പരിഹാരവുമായി മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചു. ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ 100% നേട്ടം കൈവരിച്ചു. ഡയപ്പർ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ആക്രി ആപ്പ് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഷൊർണൂർ നഗരസഭ അർഹത നേടിയത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്ര ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിൽ ജാമ്യമെടുത്ത് മുങ്ങിയ പ്രതി 20 വർഷത്തിനു ശേഷം പിടിയിൽ. അടൂർ മല്ലികാത്തട്ടയിൽ ഉദയൻ മുറിപ്പേലിൽ 48 വയസ്സുള്ള സുനിലാണ് അടൂരിൽ വെച്ച് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. 2005 സെപ്റ്റംബർ 6 പുലർച്ചെയാണ് ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയുടെ പൂട്ട് തകർത്ത് പ്രതി മോഷണം നടത്തിയത്. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപ വില വരുന്ന CD പ്ലെയറും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1500 രൂപയും ക്ഷേത്രത്തിൻ്റെ ഗ്രില്ലും വാതിലും തകർത്ത് 5.5 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണവും മോഷ്ടിച്ചിരുന്നു. കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ആദ്യഘട്ടത്തിൽ കോടതിയോട് സഹകരിച്ച് പിന്നീട് മുങ്ങുകയായിരുന്നു. ശേഷം 20 വർഷത്തിന് ശേഷമാണ് അടൂർ സ്വദേശിയായ 48 വയസ്സുള്ള സുനിൽ പിടിയിലായത്. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ V രവികുമാർ, ASI K അനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സന്തോഷ് കുമാർ, ഷിബു എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. 20 ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച നഗരിപ്പുറം തരവത്തുപടി റോഡ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ 10 ലക്ഷവും പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷവും ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. റോഡിന് 10 ലക്ഷവും ഡ്രൈനേജിനായി 10 ലക്ഷവും ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം കോൺക്രീറ്റിൽ പൂർത്തീകരിച്ചത്. കാലങ്ങളായുള്ള പ്രദേശത്തെ ജനകീയ ആവശ്യമാണ് ഇതോടെ നിറവേറിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം, ലൈബ്രറിയിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് ഉദ്ഘാടനത്തിലൂടെ മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ട് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞതുപോലെ 5 ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യം കൈപ്പിടി ഏതാണ്ട് 4,51,000 5 വർഷം പൂർത്തിയാക്കുമ്പോഴേക്ക് 5 ലക്ഷം വീടുകൾ 5 വർഷം പൂർത്തിയാക്കുമ്പോഴേക്ക് 5 ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യം നടപ്പാക്കാൻ പോവുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, TR ശശി, ഗിരീഷ് പാലേരി എന്നിവർ സംസാരിച്ചു. വാർഡംഗം AA ശിഹാബ് സ്വാഗതവും AV അർജുൻ നന്ദിയും പറഞ്ഞു. ജനകീയ ആവശ്യം നിറവേറ്റിത്തന്ന പഞ്ചായത്ത് ഭരണസമിതിയെ പ്രദേശനിവാസികൾക്കു വേണ്ടി ഗിരീഷ് പാലാരി അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുരോഗമന കലാസാഹിത്യ സംഘം ഷൊർണൂർ മുണ്ടായ യൂണിറ്റ് സമ്മേളനം മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്നു. പൂക്കസ മേഖല വൈസ് പ്രസിഡന്റ് DB ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മധുസൂദനൻ കുന്നിനാങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി അംഗം T മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി KM ലക്ഷ്മണൻ, മേഖലാ കമ്മിറ്റി അംഗം K മുരളി എന്നിവർ പ്രസംഗിച്ചു. ചർച്ചയിൽ ശ്യാംകുമാർ, T വത്സല, TR സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. അന്ന് നമ്മൾ കുറച്ചാൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും നമ്മൾ നടത്തിയ വീട്ടുമുറ്റ സദസ്സ്, അതുമാതിരി തന്നെ മുനിസിപ്പൽ തലത്തിൽ നടത്തിയ സാംസ്കാരിക സമ്മേളനങ്ങൾ, ഇതെല്ലാം ചെറിയ പങ്കാളിത്തം നമുക്ക് പറ്റിയുള്ളൂ. പക്ഷേ നമ്മുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ മുന്നോട്ട് വരാൻ നമ്മുടെ പുരോഗമന സാഹിത്യ സംഘം വളർത്താൻ നമുക്ക് പുതിയ കമ്മിറ്റി, ആ കമ്മിറ്റി രൂപം കൊള്ളുകയും പഴയ ആൾക്കാർ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. M ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു. ഭാരവാഹികളായി ശിവദാസൻ ഷൊർണൂർ പ്രസിഡന്റ്, മധുസൂദനൻ കുന്നിനങ്ങത്ത് സെക്രട്ടറി എന്നിവരുൾപ്പെടെ 13 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരള പാലക്കാടിന്റെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് ജില്ലാതല സെലക്ഷൻ ക്യാമ്പ് കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് മുഖ്യാതിഥിയായി. DPC MK നൌഷാദ് അലി പദ്ധതി വിശദീകരിച്ചു. കുഴൽമന്ദം BPC അഭിലാഷ് തച്ചങ്കാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ DPOമാരായ PS ഷാജി, KM മഹേഷ് കുമാർ, KM കൃഷ്ണകുമാർ, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
വി വിനീത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാമോഹൻ, കുഴൽമന്ദം AEO വിക്ടർ ഡേവിഡ്, BPC യു ഹബീബ് റഹ്മാൻ, PM വെങ്കടേശ്വരൻ, ബീന ആലത്തൂർ, S സൗദ ചിറ്റൂർ എന്നിവരും പങ്കെടുത്തു. 13 BRCകളിൽ നിന്നായി 287 വിദ്യാർത്ഥികൾ, ട്രെയിനർമാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അടക്കം 700ഓളം പേർ പങ്കെടുത്തു. മിക്സഡ് റിലേ, മിക്സഡ് സ്റ്റാൻഡിംഗ് ലോങ് ജമ്പ്, മിക്സഡ് സ്റ്റാൻഡിംഗ് ത്രോ, ഓട്ടം, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹാൻഡ്ബോൾ, ഷട്ടിൽ ബാഡ്മിൻ്റൺ എന്നീ ഇനങ്ങളിലായി മത്സരങ്ങൾ നടന്നു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. തിരഞ്ഞെടുത്ത കുട്ടികളെ ഒക്ടോബർ 22 മുതൽ 27 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുപ്പിക്കും. ന്യൂസ് ബ്യൂറോ കോട്ടായി. തൃശൂർ ഭദ്രാസന സൺഡേ സ്കൂളിന്റെ കലോത്സവം ശനിയാഴ്ച ചേലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബെത്ലഹേം യാക്കോബയ സുറിയാനി പള്ളി പാരിഷ് ഹാളിൽ നടന്നു. തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമ്മീസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 37 പള്ളികളിൽ നിന്നും മേഖലാ കലോത്സവത്തിൽ വിജയിച്ച 300 വിദ്യാർത്ഥികളും ഇവർക്ക് നേതൃത്വം നൽകിയ 200 അധ്യാപകരും പങ്കെടുത്ത ജില്ലാ സൺഡേ സ്കൂൾ കലോത്സവം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെയായിരുന്നു. 5 വേദികളിലായാണ് നടന്നത്. വൈകിട്ട് 4:30 സമാപന സമ്മേളനം തൃശൂർ ഭദ്രാസനാധിപൻ ഫാദർ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വട്ടോളി പള്ളി വികാരി ഫാദർ തോമസ് നെടിയപ്പാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിംഹാസന പള്ളി റവറൻ ഏലിയ റമ്പാച്ചൻ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി ബൈജു കാക്കഞ്ചേരി, സഭാ മാനേജിംഗ് കമ്മിറ്റി ഷാജി മംഗലശ്ശേരി, ഭദ്രാസന കൗൺസിൽ സിനി മോൻസി വരപ്പാത്തുകുഴിയിൽ, സൺഡേ സ്കൂൾ ചേലക്കര മേഖലാ ഇൻചാർജ് വിനുരാജ്, സൺഡേ സ്കൂൾ മദ്രസ സെക്രട്ടറി CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. 145 പോയിന്റുമായി തൃശൂർ ഭദ്രാസനയിലെ മാരോട്ടിച്ചാൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികൾക്ക് മൊമെന്റോ നൽകി. 1ാം സ്ഥാനം ലഭിച്ച എല്ലാ വിജയികളും എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിൽ നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഷൊർണൂർ നഗരസഭയും CDSഉം സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. കില റിസോഴ്സ് പേഴ്സൺ ഗോപാലകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. തൊഴിൽമേളയിൽ 8 കമ്പനികളും 100ഓളം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. മണ്ണൂർ നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി സ്മിത 2024-25 വർഷത്തെ ഭരണ റിപ്പോർട്ടും ഡയറക്ടർ പ്രമോദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ബാങ്ക് ഡയറക്ടർ ശശിധരൻ അനുശോചനവും SJ നജീബ് 2026-27 വർഷത്തേക്കുള്ള കരട് ബജറ്റും അവതരിപ്പിച്ചു. ഡയറക്ടർ സരിത കഴിഞ്ഞ പൊതുയോഗത്തിലെ മിനിറ്റ്സ് വായിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TR ശശികുമാർ, ബാങ്ക് ഡയറക്ടർമാരായ അരവിന്ദാക്ഷൻ, രമണി, ഓമന, സതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ മുത്തലീഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ്, സുമ, പ്രീത, ഷഫീന, M ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാ തരത്തിലും സഹായിക്കുന്ന പ്രവർത്തനങ്ങളുമായി കൊണ്ടാണ് ഈ ബാങ്കിന്റെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും നമ്മളോടൊപ്പം നിൽക്കുന്നത്. ഇനിയും ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഇതിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഈ ബാങ്കിന്റെ ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്കും സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് AVM റസാഖ് സ്വാഗതവും ഡയറക്ടർ M സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശാഖപട്ടണത്തു നിന്ന് കവർന്ന സ്വർണം ഒറ്റപ്പാലത്ത് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ദേശമംഗലം സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ദേശമംഗലം പള്ളത്തെ 21 വയസ്സുള്ള അജ്മൽ. ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്ര ദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിൽ ജാമ്യമെടുത്ത് മുങ്ങിയ അടൂർ സ്വദേശിയായ പ്രതി 20 വർഷത്തിനു ശേഷം പോലീസിന്റെ പിടിയിൽ. വാളയാറിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച 10 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കണ്ണൂർ സ്വദേശി അറസ്റ്റിൽ. ഷൊർണൂരിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സുകൾ ഉയർന്നത് സേവ് NSS എന്ന പേരിൽ. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യം. പുരസ്കാര നിറവിൽ ഷൊർണൂർ നഗരസഭ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഗോൾഡൻ പുരസ്കാരം നഗരസഭ ചെയർമാൻ ഏറ്റുവാങ്ങി. പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത് എറണാകുളത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.